നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. വിശാഖം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിശാഖം നക്ഷത്രം, ഇവർക്ക് ഈ വിശാഖം നക്ഷത്രം 2 കൂറിലാണ് വരുന്നത്. ഒന്ന് തുലാക്കൂറും ഒന്ന് വൃശ്ചികക്കൂറുമാണ് വിശാഖം നക്ഷത്രങ്ങൾ വരുന്നത്. വിശാഖം 3/4 തുലാക്കൂറിലും വിശാഖം 1/4 വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. അപ്പം തുലാക്കൂറിൽ എന്താണ് ഫലമെന്ന് നോക്കാം. തുലാക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് വേഴം 9 ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ വേഴം 9 വരുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. പല കാര്യങ്ങളും ഇവർ വിചാരിച്ച കാര്യങ്ങൾ പലതും നടക്കും. ഭാഗ്യപരമായ നേട്ടങ്ങളുണ്ടാവും. കുറി, ലോട്ടറി, അതേപോലെ ധനപരമായ നേട്ടങ്ങൾ, ഇതെല്ലാം വേഴം 9 നിൽക്കുമ്പോൾ ഈ വിശാഖം നക്ഷത്രക്കാർക്ക്, തുലാക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ഇതെല്ലാം അനുഭവത്തിൽ വരുന്നതാണ് ഈ പുതുവർഷത്തിൽ. അതുകൂടാതെ 9 പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ പിതാവിൽ നിന്നും കിട്ടേണ്ട ഗുണങ്ങളും അല്ലെങ്കിൽ പിതാവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങളും പിതാവിൽ നിന്നും കിട്ടേണ്ട സ്വത്തുക്കളോ അല്ലെങ്കിൽ അതേപോലെ ധനപരമായ നേട്ടങ്ങളോ എല്ലാം ഈ വേഴം 9 നിന്നാൽ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം കിട്ടാവുന്നതാണ്. അതേപോലെ വൃശ്ചികക്കൂറുകാർക്ക് വേഴം 8 വരുന്നത്. 8 വേഴം അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ വേഴം അഷ്ടമത്തിൽ നിന്നാൽ വേഴം മറിഞ്ഞു എന്നാണ് അർത്ഥം. അതായത് ദൈവാധീനം കിട്ടില്ല. അപ്പം അതുകൊണ്ട് വേഴത്തെ കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് വേഴം 8 നിൽക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ശനി തുലാക്കൂറുകാർക്ക് 6 നിൽക്കുന്നത്. ശനി തുലാക്കൂറുകാർക്ക് ഗോചരപരമായിട്ട് 6 വരുന്നത്. അത് ഗുണം ചെയ്യും. 3, 6, 11 നിൽക്കുന്ന ശനി അല്ലെങ്കിൽ പാപഗ്രഹം ഗുണം ചെയ്യുന്നതാണ്. 6 എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ സ്ഥാനവും ശത്രുവിൻ്റെ സ്ഥാനവും രോഗത്തിൻ്റെ സ്ഥാനവും ശത്രുവിൻ്റെ സ്ഥാനവും തൊഴിലിൻ്റെ സ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ 6 നിൽക്കുന്ന ശനി തുലാക്കൂറുകാർക്ക് തൊഴിൽ നേട്ടങ്ങളുണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് ശത്രുക്കളിൽ നിന്നും ജയമുണ്ടാവും. ശത്രുക്കളിൽ നിന്നും ധനലാഭമുണ്ടാവും. ശത്രുക്കളെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇവർക്ക് ശത്രുക്കളോടുള്ള ശത്രുവിജയം നേടാൻ സാധിക്കും. അതെല്ലാം ശനി തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് 6 നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് ശനി 5 വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ അത് സന്താനസ്ഥാനമാണ്. ഇപ്പോൾ സന്താനങ്ങൾക്ക് ദോഷങ്ങളോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ഗുണമില്ലായ്മയോ സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങളോ ശനി 5 നിൽക്കുന്നത് കൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ ശനി തുലാക്കൂറുകാർക്ക് 6 നിൽക്കുന്നത് ഗുണവും ശനി വൃശ്ചികക്കൂറുകാർക്ക് 5 നിൽക്കുന്നത് ദോഷവുമാണ്. അതേപോലെ തന്നെ രാഹു തുലാക്കൂറുകാർക്ക് 5 വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ സന്താനസ്ഥാനമാണ്. അപ്പോൾ സന്താനസ്ഥാനത്ത് ദോഷമാണ് അവിടെ രാഹുവിനെ കൊണ്ട് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങളെ കൊണ്ട് മനോവിഷമങ്ങൾ ഉണ്ടാകാനും ഈ തുലാക്കൂറുകാർക്ക് രാഹു 5 നിൽക്കുമ്പോൾ സംഭവിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് രാഹു 4 വരുന്നത്. ഈ 4 എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ്. അപ്പോൾ കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, കുടുംബസുഖമില്ലായ്മ, അതേപോലെ തന്നെ 4 മാതൃസ്ഥാനം കൂടിയാണ്. മാതൃപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും മാതാവിനോട്
വിരോധമുണ്ടാകുവാനോ അല്ലെങ്കിൽ മാതാവിൽ നിന്നും വിരോധം ഏൽക്കാനോ ഈ സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ രാഹു തുലാക്കൂറുകാർക്ക് 5-ലും വൃശ്ചികക്കൂറുകാർക്ക് 4-ലും നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൂടാതെ കേതു തുലാക്കൂറുകാർക്ക് 11-ലും വൃശ്ചികക്കൂറുകാർക്ക് 10-ലുമാണ് നിൽക്കുന്നത്. കേതു 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. 11 എന്ന് പറഞ്ഞാൽ ശുഭസ്ഥാനമാണ്. പാപഗ്രഹങ്ങൾ 3, 6, 11-ൽ നിൽക്കുന്നത് ശുഭമാണ്, ശുഭത്തെ തരും. അപ്പോൾ തുലാക്കൂറിൽ നിൽക്കുന്ന കേതു, തുലാക്കൂറുകാർക്ക് 11-ൽ നിൽക്കുന്ന കേതു വരവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വരവ് കൂടുതലുണ്ടാവും. നേട്ടങ്ങൾ പലതും നേടാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയങ്ങളുണ്ടാവും. അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടാനും സാധിക്കും. ചെലവിനെക്കാട്ടും കൂടുതൽ വരവുണ്ടാവും. അപ്പം നേട്ടമല്ലേ അത്? ചെലവിനെക്കാട്ടും കൂടുതൽ വരവുണ്ടായാൽ അപ്പോൾ വരവ് കൂടുതലായിട്ടാണ് ഉണ്ടാകാൻ സാധ്യത. എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് കേതു 10-ലാണ് വരുന്നത്. 10-ൽ ദോഷസ്ഥാനമാണ്, 10 കർമ്മസ്ഥാനമാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നത് എപ്പോഴും ദോഷമായിട്ടാണ് വരാൻ സാധ്യത. പ്രവൃത്തികളിലെ തടസ്സങ്ങൾ, കാര്യങ്ങളിൽ തടസ്സങ്ങൾ, ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഒരു തൃപ്തിയില്ലായ്മ, അതുകൂടാതെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന് മാർഗതടസ്സമായി പല കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് വന്നു ചേരും. അതെല്ലാം കേതു 10-ൽ നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പകുതി ദോഷവും പകുതി ഗുണവുമായിട്ടാണ് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പരിഹാരമായിട്ട് ഇവർ വിഷ്ണു പ്രീതി നേടുന്നത് നല്ലതാണ്. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, കൃഷ്ണക്ഷേത്രത്തിൽ കൃഷ്ണന് വഴിപാട് സമർപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ്. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താപ്രീതി നേടുന്നത് നല്ലതാണ്. ശാസ്താവിനെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, ശനീശ്വര പൂജ നടത്തുന്നതും വളരെ നല്ലതാണ്. അതുകൂടാതെ നാഗദൈവങ്ങൾക്ക് വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.